3 വർഷം കൂടുമ്പോഴാണ് CPIM-ന്റെ സമ്മേളനങ്ങൾ നടക്കുക. അത് തുടങ്ങുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങളിലാണ്, അവസാനിക്കുന്നത് പാർട്ടി കോൺഗ്രസിലാണ്. കഴിഞ്ഞ 3 വർഷക്കാലം കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിൽ CPIM ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലൂടെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോയോ അഥവാ പിറകോട്ട് പോയോ? നേട്ടങ്ങളുണ്ടായോ കോട്ടങ്ങളുണ്ടായോ? നേതാക്കൾക്ക് ഉയർന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞോ? പാർട്ടിക്കാകമാനം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസും പാർട്ടി സംസ്ഥാന സമ്മേളനവും അംഗീകരിച്ച കടമകൾ നിർവഹിക്കാൻ കഴിഞ്ഞോ? ഇത്തരം കാര്യങ്ങൾ വിമർശനപരമായി പരിശോധിക്കുകയാണ് സമ്മേളനങ്ങളുടെ ലക്ഷ്യം. 3 വർഷം കൃത്യമായി ചിട്ടയോടെ നടക്കുന്നതാണ് സമ്മേളനങ്ങൾ. CPIM-നല്ലാതെ അല്ലെങ്കിൽ CPI-ക്ക് അല്ലാതെ അത്തരമൊരു കാര്യം സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ്. കോൺഗ്രസിനോ BJP-ക്കോ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്ര ചിട്ടയോടെ സമ്മേളനം നടത്തി തീർക്കാൻ കഴിയില്ല എന്നത് സുനിശ്ചിതമാണ്. അതിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകില്ല. അത്രമാത്രം ചിട്ടയോടെ നടത്തിയ സമ്മേളനം, ആ സമ്മേളനം അടുത്ത 3 വർഷക്കാലത്തേക്ക് ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കും, ചില കടമകൾ ഏറ്റെടുക്കും. 35ഓളം ദൗത്യങ്ങളാണ് ഇത്തവണ CPIM സമ്മേളനം ചർച്ച ചെയ്യുകയും അടുത്ത 3 വർഷം കേരളത്തിൽ നടപ്പാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ 15 ഏറ്റവും പ്രധാനപ്പെട്ടത്. അവ ഏതൊക്കെയാണ് എന്ന് പ്രവർത്തന റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുകയും സമ്മേളനം അത് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇവയൊക്കെയാണ്. അകന്നുപോയവരെയും ജനവിഭാഗങ്ങളെയും കൂടെ നിർത്തണം. ഇതാണ് പ്രധാനപ്പെട്ട ദൗത്യമായി CPIM മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ CPIM-ൽ നിന്ന് അകന്നുപോയവരുണ്ട്, CPIM-ൽ നിന്ന് മാറിപ്പോയ ജനവിഭാഗങ്ങളുണ്ട്. അവരെ കൂടെ കൊണ്ടുവരുവാനും കൂടെ നിർത്താനും കഴിയുന്ന കർമ്മ പദ്ധതി നടപ്പാക്കണം എന്നാണ് CPIM സംസ്ഥാന സമ്മേളനം ഏറ്റെടുക്കുന്ന കടമകളിൽ ഒന്ന്. ജാതി സംഘടനകളിൽ ചില ശക്തികൾ നുഴഞ്ഞു കയറി അവയെ വർഗീയമായി യോജിപ്പിച്ച് മതരാഷ്ട്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് പ്രതിരോധിക്കണം. ആരാധനാലയങ്ങളെ വർഗീയ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കണം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ്മ രൂപീകരിച്ച് സംഘപരിവാറിനെ പ്രതിരോധിക്കണം. ഫണ്ട് പിരിവിൽ വ്യക്തത വേണം. പൊതുജനങ്ങളിൽ നിന്നാണ് പിരിക്കേണ്ടത്. വ്യക്തികളിൽ നിന്ന് ലക്ഷങ്ങൾ പിരിക്കുന്നത് അവസാനിപ്പിക്കണം. പാർട്ടി അംഗങ്ങൾ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പാർട്ടി പ്രവർത്തനം ആർഭാടരഹിതമാക്കണം. ബ്രാഞ്ചുകളെ ശക്തിപ്പെടുത്തണം. ജില്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ചുകളിൽ പങ്കെടുക്കണം. നഗരങ്ങളിൽ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ സവിശേഷമായി ഏറ്റെടുക്കണം. ആദിവാസി മേഖലകളിൽ അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം. മതരാഷ്ട്രവാദങ്ങളെ ശക്തമായി തുറന്നു കാണിക്കണം. മതേതര രാജ്യമാണ് വിശ്വാസികൾക്ക് ആവശ്യമെന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിക്കണം. ന്യൂനപക്ഷ സംരക്ഷണം എന്നത് മതനിരപേക്ഷതയുടെ ആവശ്യമായ ഭാഗമാണെന്നും മതപ്രീണനമല്ലെന്നുമുള്ള കാഴ്ചപ്പാട് ജനങ്ങളിൽ എത്തിക്കണം. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. മാധ്യമങ്ങൾ പാർട്ടിക്കും സർക്കാരിനും എതിരാകുന്നതിനാൽ അവയെ പ്രതിരോധിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണം. പാർട്ടിയുടെ എല്ലാ തലത്തിലും ക്ലാസുകൾ സംഘടിപ്പിക്കണം. ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ വികസിപ്പിക്കുകയും നേതൃനിരയെ വളർത്തിക്കൊണ്ടുവരികയും വേണം. എല്ലാ കാലങ്ങളിലും SFI പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. തെറ്റായ പ്രവണതകൾ തിരുത്താൻ ഇടപെടണം. ഓരോ കോളേജിലും ജില്ലാ കമ്മിറ്റി അംഗത്തിന് ചുമതല നൽകണം. ഇവയൊക്കെയാണ് പ്രധാന കടമകളായി CPIM ഏറ്റെടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആരാധനാലയങ്ങളെ സംബന്ധിച്ച് ഉള്ളത് തന്നെയാണ്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJP അതല്ലെങ്കിൽ SDPI, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അവരുടെ വേരുറപ്പിക്കുന്നത്. പ്രത്യേകിച്ച് BJP-യും RSS-ഉം. ആരാധനാലയങ്ങൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ ഒക്കെ BJP-യും RSS-ഉം അവരുടെ താവളങ്ങളായി മാറ്റിയിട്ടുണ്ട്. എല്ലാ ശാഖകളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശാഖകളെല്ലാം പ്രവർത്തിക്കുന്നത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടാണ്, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് തടയേണ്ടതുണ്ട്. അതിലൂടെ അമ്മമാരുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ RSS-നും BJP-ക്കും കഴിയുന്നു. അതിനെ ചെറുക്കണം. അങ്ങനെ ചെറുക്കണമെങ്കിൽ വർഗീയവാദികളെ, RSS-നെയും BJP-യെയും സംഘപരിവാറിനെയും SDPI-യെയും പോലെയുള്ള വർഗീയവാദികളെ ആരാധനാലയങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പ്രവർത്തകർ, CPIM പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഫണ്ട് പിരിവാണ്. ഫണ്ട് പിരിവ് സുതാര്യമാകണം. പല ഘട്ടത്തിൽ CPIM ആവശ്യപ്പെടുന്നതാണ്. ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നതിന് പകരം ഏതെങ്കിലും 1-2 വ്യക്തികളെ കണ്ട് വലിയ തുക വാങ്ങുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ വന്നാൽ
തുക നൽകുന്നവർക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരും പാർട്ടി പ്രവർത്തകരും പാർട്ടി മെമ്പർമാരുമൊക്കെ. അത് ഒഴിവാക്കേണ്ടതുണ്ട്. ജനങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയ തുകയാണ് എങ്കിലും അത് ശേഖരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കണം തുടങ്ങിയ അതിപ്രധാനമായ കടമകളും നിർദ്ദേശങ്ങളുമാണ് CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിരിക്കുന്നത്. അത് CPIM-നെ സംബന്ധിച്ച് ഒരു സുപ്രധാന ചുവടുവെപ്പ് തന്നെയായിരിക്കും. കാരണം വ്യക്തത വേണം. ഓരോ ഇടപെടലിലും ആശയക്കുഴപ്പമുണ്ടാക്കാതെ അല്ലെങ്കിൽ മെമ്പർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാകാതെ നോക്കേണ്ടത് നേതൃത്വത്തിൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം, അതിന് ഏറ്റെടുക്കേണ്ട കടമകൾ എന്തൊക്കെയാണ് എന്ന് CPIM സംസ്ഥാന സമ്മേളനം കൃത്യമായി നിശ്ചയിക്കുന്നത്, അത് താഴെത്തട്ടിൽ വരെ എത്തിക്കുന്നതും.